Hi everyone, welcome back. So നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഹൗ ടു പ്രിപ്പയർ ഫോർ നീറ്റ് 2026 എന്നുള്ളതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം നീറ്റിന് 3 സബ്ജക്റ്റാണ് നമ്മൾ പഠിക്കേണ്ടത്: ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് ബയോളജി. നമുക്ക് ഫിസിക്സിനും കെമിസ്ട്രിക്കും 180 ഈച്ച് മാർക്കിനാണ് വരുന്നത്, ബയോളജിക്ക് 360 മാർക്കിനുമാണ് വരുന്നത്. ഇത്ര കാലത്ത് 2024 ഒക്കെ വരെ ബയോളജിയിൽ സുവോളജി ആൻഡ് ബോട്ടണി സെപ്പറേറ്റ് ആയിരുന്നു വന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഈ വർഷം 2025 വന്നത് ബയോളജി എൻറ്റയർലി, ബോട്ടണിയും സുവോളജിയും കമ്പൈൻഡ് ആയിട്ടാണ്. സോ നമുക്ക് ഈച്ച് ആൻഡ് എവറി സബ്ജക്ട് നമ്മൾ എങ്ങനെ പഠിക്കണം, എന്ത് പഠിക്കണം എന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആദ്യം തന്നെ ഞാൻ കാര്യം പറയുന്നത്, നമുക്ക് എന്ത് പഠിക്കണം എന്നതിലാണ് ധാരണ ഉണ്ടാവേണ്ടത്. ഇന്നത്തെ കാലത്ത് യൂട്യൂബിലും പലയിടത്തും പല ക്ലാസ്സും അവൈലബിൾ ആയ ഒരു കാലത്ത് നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻ, ഒരുപാട് കണ്ടന്റ് നമുക്ക് അവൈലബിൾ ആണ്. പക്ഷേ ഇതിൽ എന്ത് പഠിക്കണം, എന്ത് പഠിച്ചാൽ നമുക്ക് നീറ്റ് ക്ലിയർ ആക്കാൻ പറ്റും എന്നൊരു കൺഫ്യൂഷൻ, ആ ഒരു സ്റ്റേറ്റിലാണ് എല്ലാവരും എത്തി നിൽക്കുന്നത്. സോ എന്ത് പഠിക്കണം നിങ്ങൾ എന്നുള്ളൊരു ധാരണയിലാണ് നിങ്ങളെ എത്തിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു വീഡിയോ കൊണ്ട്. സോ നമുക്ക് ആദ്യമായിട്ട് ഫിസിക്സിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. ഫിസിക്സിനെ പറ്റി പറയുമ്പോൾ എല്ലാവരും ഏറ്റവും കൂടുതൽ പേടിക്കുന്ന, ഭയങ്കരമായിട്ട് ഫിസിക്സിന് ഭയങ്കര പേടിയോട് കൂടി അപ്രോച്ച് ചെയ്യുന്ന സബ്ജക്റ്റാണത്. അപ്പോൾ ശരിക്കും പറയാൻ നീറ്റ് ആസ്പിറൻസ് ആ പേടി ആദ്യം മാറ്റി വെക്കുക എന്നതാണ് നിങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത്. ഇപ്പം ഫിസിക്സ് നമ്മൾ അങ്ങനെ അധികം പേടിക്കരുത്, ഒരു സബ്ജക്റ്റിനെയും ഒരിക്കലും നമ്മൾ പേടിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്നാൽ ഒന്നിനെയും അധികം നിസ്സാരമായിട്ട് കാണുക വേണ്ട. പക്ഷെ പൊതുവേ ഫിസിക്സിനെ എല്ലാവരും ഭയങ്കരമായിട്ടൊരു പേടിയോട് കൂടി കാണുന്നു. ആ പേടി ആദ്യം എടുത്ത് മാറ്റി വെച്ച് കൂളായിട്ട് അപ്രോച്ച് ചെയ്യാവുന്നതാണ്. പിന്നെ എല്ലാവർക്കും അറിയാത്തത് ഫിസിക്സ് എങ്ങനെ പഠിക്കണം എന്നായിരിക്കും. ഫിസിക്സ് എന്ന് വെച്ചാൽ മറ്റ് സബ്ജക്റ്റിനെ പോലെ അല്ല. അത് നമ്മൾ കൂടുതലും പഠിക്കേണ്ട തിയറിയിൽ നിന്ന് പഠിക്കണം എന്ന് വിചാരിക്കുന്നത്. നിങ്ങൾ ഒരു ബുക്ക് എടുത്തിട്ട് ഏതെങ്കിലും ഒരു മെറ്റീരിയൽ, ഇപ്പോൾ നിങ്ങൾ പോകുന്നൊരു കോച്ചിങ് സെൻറ്ററിലെ ബുക്ക് മെറ്റീരിയൽ ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു മെറ്റീരിയൽ ആയിരിക്കാം, അതെടുത്തിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻസ് മാക്സിമം ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഓരോ ചാപ്റ്ററിനും ഏറ്റവും മിനിമം 200 ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ പിന്നെ ആ ചാപ്റ്ററിന് അതിനപ്പുറം ഒന്നും ചോദിക്കാനില്ല എന്നൊരു ലെവലിലേക്ക് നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ആയിട്ടുണ്ട്. പിന്നെ ഓരോ ചാപ്റ്ററിനും 200 ക്വസ്റ്റ്യൻ. ദിസ് ഇസ് സംതിങ് യു ഹാവ് ടു ഡു ടു ബി തറവ് വിത്ത് ദാറ്റ് ചാപ്റ്റർ. സോ ഞാൻ പറയണത്, നിങ്ങൾ ആ ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ആ ചാപ്റ്ററിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് നല്ല തറവായിട്ടുണ്ടാവും. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ആദ്യമേ ഇക്വേഷൻ റഫായിട്ട് നോക്കി ആ ചാപ്റ്ററിൻ്റെ എല്ലാം ജസ്റ്റ് ഒന്ന് ക്ലാസ് ചെയ്ത് തന്നെ പഠിക്കുമല്ലോ. അത് കഴിഞ്ഞ് നിങ്ങൾ പിന്നെ ചെയ്യേണ്ട ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ചെയ്യലാണെന്നാണ് ഞാൻ പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ആദ്യമൊന്നും ചിലപ്പോൾ ഒന്നും കിട്ടൂല. എല്ലാ ക്വസ്റ്റ്യനും ഒരുപക്ഷെ നിങ്ങൾക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ അപ്രോച്ച് ചെയ്യാമെന്ന് പോലും നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാവില്ല. അപ്പം നിങ്ങൾ അതിൻ്റെ സൊല്യൂഷൻ പേജിലേക്ക് പോയി എങ്ങനെയാണ് അത് ചെയ്തിരിക്കുന്നത് നിങ്ങൾ നോക്കി ചെയ്താൽ മതി. ഞാനൊക്കെ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. ഓരോ ക്വസ്റ്റ്യൻ എനിക്ക് ഇത് എങ്ങനെ ചെയ്യണമെന്ന് അറിയാത്തപ്പോൾ ഞാൻ ഡയറക്റ്റ്ലി സൊല്യൂഷൻ നോക്കും. ആ സൊല്യൂഷൻ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ നോക്കും. പറ്റുന്നില്ലെങ്കിൽ ഡയറക്റ്റ് ടൈം വേസ്റ്റ് ചെയ്യാൻ സൊല്യൂഷൻ നോക്കി അത് അതേപോലെ ചെയ്ത് പഠിക്കും. എന്നിട്ട് ഞാൻ ഒന്നും കൂടി എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് അത് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കും. അപ്പോൾ ഈച്ച് ആൻഡ് എവറി ക്വസ്റ്റ്യൻ ഞാൻ അങ്ങനെ ചെയ്യുമായിരുന്നു. ഏതെങ്കിലും ഒരു മെറ്റീരിയൽ എടുക്കുക, ആ മെറ്റീരിയലിലെ എൻറ്റയർ ക്വസ്റ്റ്യൻസും അങ്ങനെ നിങ്ങൾ ചെയ്ത് തീർക്കുക. പിന്നെ ഒരു പരിധി കൂടുതൽ ഭയങ്കര ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ഹൈ ലെവൽ ചോദ്യമാണ് നിങ്ങളെ കൊണ്ട് എത്ര രീതിയിൽ നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ പഠിപ്പിക്കുന്ന ഫാക്കൽറ്റീസിനോടോ ടീച്ചേഴ്സിനോടോ ചോദിച്ച് ഡൗട്ട് ക്ലിയർ ആക്കി അത് ചെയ്യാൻ പറ്റും. ഒരു ക്വസ്റ്റിന് വേണ്ടി ഒരു പരിധി കൂടുതൽ ടൈം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഡൗട്ട് ആണെന്നുണ്ടെങ്കിൽ അത് ചോദിച്ച് ക്ലിയർ ആക്കിയിട്ട് പിന്നെ ചെയ്യുക. അപ്പം ഇങ്ങനെയാണ് നിങ്ങൾ ഫിസിക്സ് പഠിക്കേണ്ടത്. പിന്നെ ഇക്വേഷൻ ആദ്യമേ നോക്കണം എന്ന് ഞാൻ പറഞ്ഞു. പിന്നെ ഇതെല്ലാം ഈ 10-20 ചോദ്യം ചെയ്തിട്ട് നിങ്ങൾക്കൊരു കോൺഫിഡൻസ് അപ്പോഴേക്കും വരും ആ ചാപ്റ്ററിനെ പറ്റിയിട്ട്. വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെയും ആ ചാപ്റ്ററിനെ പറ്റി കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യുക. പിന്നെ നിങ്ങൾ ഇതിൻ്റെ ഇക്വേഷൻ, അപ്പോൾ ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് എന്തൊക്കെയാണ്, അപ്പം നിങ്ങൾക്ക് തന്നെ ഒരു ഐഡിയ വരും. അതായത് ഈ 200 ക്വസ്റ്റ്യൻ ചെയ്യാൻ ഞാൻ എത്ര ഇക്വേഷൻ ഉപയോഗിച്ചിട്ടുണ്ട് ഇത് നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് അനലൈസ് ചെയ്തിട്ട് ആ ഇക്വേഷൻസ് ഫോർമുലാസ് എല്ലാം ഒരു ബുക്കിലേക്ക് എഴുതി വെക്കുക. എന്നിട്ട് അത് നിങ്ങൾ ഫ്രീക്വൻ്റ്ലി റിവൈസ് ചെയ്യുക. ആ എഴുതി വെച്ച ഫോർമുലാസ് എല്ലാം ഇങ്ങനെ എല്ലാ ചാപ്റ്ററും നിങ്ങൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് പ്രോപ്പറായിട്ടൊരു ഫോർമുല ബുക്ക് നിങ്ങൾക്ക് ഉണ്ടാവും. എന്നിട്ട് ഈ ഫോർമുലാസ് ഫ്രീക്വൻ്റ് ആയിട്ട് റിവൈസ് ചെയ്തുകൊണ്ടേയിരിക്കുക. നിങ്ങൾ ഈ 10-100 ചോദ്യങ്ങൾ ഓരോ ചാപ്റ്ററിലും ചെയ്യുമ്പോൾ തന്നെ പിന്നെ നിങ്ങൾക്ക് അത് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നിങ്ങളെ ഫീസിന് ഒരേ ഒരു പ്രശ്നം, നിങ്ങൾ ഈ ഫോർമുലാസും ഇക്വേഷൻസും മറന്നു പോകുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ മറന്നു പോകാതിരിക്കുന്ന ഒരു ലെവലിലേക്ക് എത്താനായിട്ട് നിങ്ങൾ ഫ്രീക്വൻ്റ്ലി റിവൈസ് ചെയ്തുകൊണ്ടിരിക്കണം. ഫിസിക്സ് ശരിക്കും ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ പലർക്കും ഈ 200 ചോദ്യം ചെയ്യുമ്പോൾ ആ ആദ്യത്തെ ചോദ്യം നിങ്ങൾക്ക് സൊല്യൂഷൻ നോക്കാതെ ചെയ്യാൻ പറ്റാത്തപ്പോൾ ഉള്ള ടെൻഷൻ ആകല് കാരണം നിങ്ങൾ ഫിസിക്സിനോട് ഒരു വല്ലാത്ത പേടി ജനറേറ്റ് ചെയ്യലാണ്. അത് ആർക്കും പറ്റൂല. അത് പറ്റുന്ന ആൾക്കാരൊക്കെ വളരെ വിരളമാണ്. നിങ്ങൾക്ക് അങ്ങനെ പറ്റണമെന്ന് യാതൊരു വിധ നിർബന്ധമില്ല. നിങ്ങൾ സൊല്യൂഷൻ നോക്കി പഠിക്കുക, പിന്നെ ഒന്ന് ഒറ്റയ്ക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യനും ഇങ്ങനെ
ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഫിസിക്സ് നിങ്ങൾക്ക് ഭയങ്കര കംഫർട്ടബിളായി വരും. നിങ്ങൾക്ക് നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്യാനും പറ്റും. നല്ല രീതിയിൽ ഫിസിക്സ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ആ പേടി അങ്ങ് മാറി കിട്ടും. അപ്പോഴേക്കും പിന്നെ ചെയ്യേണ്ടത് ഇക്വേഷൻസ് മാക്സിമം റിവിഷൻ ചെയ്യുക. അപ്പോൾ ഫിസിക്സിനെ പറ്റി ഇത്ര മാത്രമേ പറയാനുള്ളൂ. ഇത്ര മാത്രമേ നീറ്റ് ആസ്പിറന്റ് ഫിസിക്സിനെ പറ്റി പഠിക്കേണ്ടതുള്ളൂ. പിന്നെ ഇനിയിപ്പോൾ എക്സാം 2025 ഒക്കെ വരുമ്പോൾ ഫിസിക്സ് നല്ല ടഫ് തന്നെയായിരുന്നു, നല്ല ലെവലായിരുന്നു. അപ്പം ശരിക്കും പറഞ്ഞ ഒരു 3 മണിക്കൂർ ടൈമിലുള്ളതിൽ ഒരിക്കലും ഒരാൾക്കും ഈ 45 ചോദ്യം ചെയ്ത് തീർക്കാൻ പറ്റൂല. അല്ലെങ്കിൽ പിന്നെ നമുക്ക് കെമിസ്ട്രിയിലും ബയോളജിയിലും നമ്മൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. പക്ഷേ ഫിസിക്സിൽ നമ്മൾ കുറേ ചോദ്യമൊക്കെ അറ്റൻഡ് ചെയ്യാതിരിക്കാനും കൂടി പഠിക്കണം. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കണ്ടു, ഈ വർഷത്തെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഫ്ലൂയിഡ്സിന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അത് അറ്റൻഡ് ചെയ്തവർ ഈ വർഷം കാണൂല. അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയണം, ഉണ്ടെങ്കിൽ ദേ ആർ റിയലി ഗ്രേറ്റ്. പക്ഷെ ഞാൻ പറയുന്നത് അത് അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഫിസിക്സ് കെമിസ്ട്രിയിലോ ബയോളജിയിലോ ബാക്കി ഒരു 10, 15 അല്ലെങ്കിൽ 20 ചോദ്യം നമ്മൾ സാക്രിഫൈസ് ചെയ്തിട്ടായിരിക്കും ഇത് അവിടെ അറ്റൻഡ് ചെയ്യുന്നത്. അങ്ങനെ നിങ്ങളൊരു ഹൈ ലെവൽ ചോദ്യം കാണുകയാണെങ്കിൽ അത് അറ്റൻഡ് ചെയ്യുക, അത് ലീവ് ചെയ്ത് ഏറ്റവും ലാസ്റ്റിലേക്ക് മാറ്റിക്കാണുന്ന മനസ്സോടെ നിങ്ങൾക്ക് ഉണ്ടാവണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ലെങ്കിൽ എക്സാമിൽ അത് ഇത്രയും ടഫാണെന്ന് കാണുമ്പോൾ തന്നെ നിങ്ങളത് അറ്റൻഡ് ചെയ്യാതെ അത് പോകാനൊരു മനസ്സുപോലെ നിങ്ങൾ പതുക്കെ ഡെവലപ്പ് ചെയ്യണം. അതിന് വേണ്ടി നിങ്ങൾ ചിലപ്പോൾ കൂടുതൽ നമ്പർ ഓഫ് മോക്ക് ടെസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ അതും പ്രാക്ടീസ് ചെയ്യുക. സോ ഫിസിക്സിനെ പറ്റി ഇത്രയൊക്കെ പറയാനുള്ളൂ. ഇനി കെമിസ്ട്രി പറയുമ്പോൾ 3 ബ്രാഞ്ചാണുള്ളത് കെമിസ്ട്രിയിൽ: ഓർഗാനിക്, ഇൻഓർഗാനിക് ആൻഡ് ഫിസിക്കൽ കെമിസ്ട്രി വന്നിട്ട് ഫിസിക്സിൻ്റെ സെയിം പാറ്റേൺ തന്നെയാണ് പഠിക്കേണ്ടത്. ഇതേപോലെ തന്നെ മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. ഇക്വേഷൻസ് നമ്മൾ കൂടുതൽ മെമ്മറൈസ് ചെയ്യാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്യുക. ഇങ്ങനെ ഫോർമുല ബുക്ക് ഉണ്ടാക്കുക. പിന്നെ NCERT ജസ്റ്റ് ബോൾഡ് ലെറ്ററിൽ കൊടുത്തിരിക്കുന്ന ചില വാക്കുകളുണ്ടാവും. ഇപ്പോൾ തെർമോഡൈനാമിക്സിലാണെങ്കിലും ഇലക്ട്രോ കെമിസ്ട്രിയിലാണെങ്കിലും ഇതിലൊക്കെ ഇടയ്ക്ക് ബാറ്ററി ഡിലീറ്റഡ് ആണ്, ഇതുവരെ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള ഇതിലൊക്കെ ജസ്റ്റ് ഒന്ന് ഒറ്റ തവണ NCERT കവർ ചെയ്യുക. അതിൽ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ഉണ്ടെന്നുണ്ടെന്ന് തോന്നിയാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക ഈ ഫോർമുല ബുക്കിലേക്ക്. അത് കഴിഞ്ഞിട്ട് ഇൻഓർഗാനിക് കെമിസ്ട്രി 100% നമ്മൾ NCERT ആണ് വായിക്കേണ്ടത്. NCERT-ന്ന് 100% NCERT എന്തായാലും വൃത്തിക്ക് പഠിക്കണം. പിന്നെ NCERT വൈഡായിട്ട് കിടക്കുന്നതുകൊണ്ട് നമുക്ക് ചിലപ്പം ഒരു പക്ഷെ അത്രയും പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ നോട്ട് ഉണ്ടാക്കാം. പക്ഷെ നോട്ടിൽ NCERT-ലുള്ള എല്ലാ പോയിന്റും നിർബന്ധമായിട്ടും ഉണ്ടാവണം. എല്ലാ ഗ്രാഫും എല്ലാം പഠിക്കാൻ വേണം ഓർഗാനിക് കെമിസ്ട്രി. അതൊരു കോച്ചിങ് സെന്ററിൽ പോകുമ്പോൾ എങ്ങനെയാണോ അവിടെ പഠിക്കുന്നത് അതേ രീതിയിൽ പഠിക്കുക. പിന്നെ നിങ്ങൾ NCERT 100% തറവായിരിക്കണം ഇൻഓർഗാനിക് കെമിസ്ട്രിയിൽ. പിന്നെ ഓർഗാനിക് കെമിസ്ട്രിയും NCERT തന്നെയാണ് ഇമ്പോർട്ടൻറ്റ്. പക്ഷെ എന്നാലും കുറച്ചൊക്കെ ചില മെക്കാനിസം ഒന്നും നമുക്ക് NCERT വായിച്ചാൽ അത്ര ക്ലിയർ ആവില്ല. അപ്പം നമുക്ക് എന്തായാലും ഒരു ക്ലാസ്സിന് പോവുക അല്ലെങ്കിൽ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുക, അതെന്തായാലും നിർബന്ധമായിട്ടുള്ള കാര്യം തന്നെയാണ് ഓർഗാനിക് കെമിസ്ട്രിയിൽ. പക്ഷെ ഒരുപാട് ഔട്ട് ഓഫ് സിലബസ് പഠിക്കരുത്. NCERT-ക്ക് ഉള്ളിൽ നിന്നായിരിക്കണം പഠിക്കേണ്ടത്. പക്ഷെ നമ്മൾ എന്തായാലും മറ്റൊരു ക്ലാസ്സോ അങ്ങനെ എന്തെങ്കിലും പ്രിഫർ ചെയ്താലേ പറ്റുള്ളൂ നമുക്ക്. അല്ലാതെ ഓർഗാനിക് കെമിസ്ട്രി ആണ് എന്നെക്കൊണ്ട് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നിയത്. പക്ഷെ അത് പഠിച്ചെടുത്താൽ പിന്നെ ഭയങ്കര എളുപ്പമാണ് ഓർഗാനിക് കെമിസ്ട്രി. സോ അത് പഠിക്കേണ്ടത് NCERT-ക്ക് ഉള്ളിൽ നിന്ന്. NCERT-യുടെ വെളിയിലൊന്നും പോകാനും പാടില്ല. എന്നാൽ നമ്മളൊരു എൻട്രൻസ് കോച്ചിങ് സെന്ററിനോ അല്ലെങ്കിൽ മെറ്റീരിയലിനോ നമ്മൾ റെഫർ ചെയ്യുക തന്നെ വേണം, കൂടുതൽ നമ്മൾ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ കംസ് ബയോളജി പറ്റി പറയുകയാണെങ്കിൽ 100% NCERT ആണ് നമ്മൾ റെഫർ ചെയ്യേണ്ടത്. NCERT വിട്ട് ഒരു അക്ഷരം പഠിക്കരുതെന്നേ പറയുള്ളൂ. പക്ഷേ NCERT-ന്റെ ഓരോ മുക്ക് മൂലം അരിച്ചു പറക്കുന്ന രീതിയിലായിരുന്നു നമ്മൾ ബയോളജി പഠിക്കുന്നത്. അതായത് ബയോളജീൻ്റെ എല്ലാം പഠിക്കണം. ബയോളജി നമ്മൾക്ക് പറയാം, ഓരോ യൂണിറ്റിൻ്റെ ഫ്രണ്ടിലും ഓരോ സയൻറ്റിസ്റ്റിൻ്റെ പേരുണ്ടാവും. ഈ വർഷം അതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം പഠിക്കണം എന്നുള്ളൊരു മെസ്സേജാണ് നമുക്ക് ഈ വർഷം തരുന്നത്. അപ്പോൾ NCERT 100% കവർ ചെയ്യുക. പിന്നെ നമുക്കറിയത്തില്ല ഓരോ ചാപ്റ്ററിൽ ഇപ്പോൾ ഒളിഞ്ഞു കിടക്കുന്ന ഓരോ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ അത് ഏതൊക്കെ ലൈനാണ് ഇമ്പോർട്ടൻറ്റ്, ഏതൊക്കെ സെൻറ്റൻസ് ആണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് എന്ന് നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമ്മളൊരു മെറ്റീരിയൽ റെഫർ ചെയ്തതിന് ശേഷം നമ്മൾ പക്ഷേ റെഫർ ചെയ്യുക എന്ന് ഉദ്ദേശിക്കുന്നത് ഒരിക്കലും ആ മെറ്റീരിയലിന്റെ കണ്ടന്റ് എടുത്ത് പഠിക്കാൻ നിൽക്കരുത്. നിങ്ങൾ കൂടുതൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത ക്വസ്റ്റ്യൻസിന്റെ എന്തുകൊണ്ടത് ചെയ്യാൻ പറ്റിയില്ല എന്ന് അനലൈസ് ചെയ്യുക. ഇത് എല്ലാത്തിനും ഒരേപോലെ ആപ്ലിക്കബിൾ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ഇപ്പം ഏതൊരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടത് ചെയ്യാൻ പറ്റിയില്ല എന്ന് ചിന്തിക്കുക. ഇപ്പം അത് നിങ്ങൾക്ക് കേട്ടിട്ടേ ഇല്ലാത്ത ഏതെങ്കിലും വാക്കുകളാണെങ്കിൽ അതിനെപ്പറ്റി മൈൻഡ് ആക്കേണ്ട ആവശ്യമില്ല, അത് ഔട്ട് ഓഫ് സിലബസ് ആയിരിക്കും. പക്ഷെ നിങ്ങൾ NCERT-ക്കുള്ളിൽ നിന്ന് വന്നത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ല എന്നാണെങ്കിൽ അത് എന്തുകൊണ്ട് ചെയ്യാൻ പറ്റിയില്ല എന്ന് നിങ്ങളൊന്ന് അനലൈസ് ചെയ്യുക. എന്നിട്ട് ആ മിസ്റ്റേക്സ് റെക്ടിഫൈ ചെയ്യുക. നിങ്ങളെ കൊണ്ട് ഒറ്റയ്ക്ക് നിങ്ങൾക്കിപ്പം തോന്നുന്ന ഡൗട്ട് വല്ല ഉണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന സ്ഥാപനത്തിൽ
ഫാക്കൽറ്റീസിനോട് ചോദിക്കുക, അങ്ങനെ എല്ലാം ഡൗട്ട് ക്ലിയർ ആക്കി പഠിക്കുക. പിന്നെ എല്ലാ സബ്ജക്റ്റിലും ഫിസിക്സും കെമിസ്ട്രിയും ബയോളജി ആണെങ്കിലും എല്ലാത്തിനും ഒരേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യുക എന്നുള്ളത്. ഇപ്പം നിങ്ങൾ ഒരുപാട് അഡീഷണൽ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുന്നേ തന്നെ ഞാൻ പറയുന്നത് ഒരുപാട് വലിയ വലിയ മെറ്റീരിയലൊക്കെ റെഫർ ചെയ്യുന്നതിനേക്കാൾ നിങ്ങൾ നീറ്റിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എടുത്ത് ചെയ്യുക എന്നുള്ളത് വളരെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. എന്തായാലും നിർബന്ധമായിട്ടും എല്ലാവരും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്തിരിക്കണം നീറ്റിൻ്റെ. പിന്നെ നീറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോഴും നിങ്ങൾക്ക് ഒരുപാട് ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ ജെഇൻ്റെ 2020 തൊട്ട് 25 വരെയുള്ള കുറേ സിമ്പിൾ ലെവലിൽ ചോദ്യങ്ങളുണ്ടാകും. ഫിസിക്സിനും കെമിസ്ട്രിക്കും ആ ചോദ്യങ്ങളാണ് ചെയ്യാം. ജെഇ മെയിൻസിൻ്റെ മാത്രം കുറേ നീറ്റിൻ്റെ ലെവലിൽ ചോദ്യങ്ങളുണ്ടാകും. അതൊക്കെ എടുത്ത് ചെയ്ത് നോക്കാം. അപ്പോൾ എന്നിട്ട് ഒരുപാട് അഡീഷണൽ മെറ്റീരിയൽ റെഫർ ചെയ്ത് പോകാതിരിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് അടുത്ത് ചെയ്യാനുള്ളത്. പിന്നെ എല്ലാത്തിനേക്കാളും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഒരു കൂളായിട്ട് ഭയങ്കര സമാധാനമായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. റിവിഷൻ ചെയ്തുകൊണ്ടേ ഇരിക്കുക, ഫ്രീക്വൻ്റ്ലി റിവിഷൻ ചെയ്യുക. കാരണം ബയോളജിക്ക് നമ്മൾ പെട്ടെന്ന് മറന്നു പോകാൻ ചാൻസ് ഉണ്ടാവും. ആ ബയോളജിക്ക് വേണ്ടി നിങ്ങൾ റിവിഷൻ ചെയ്യാൻ വേണ്ടി ഒരു ടൈം ടേബിൾ സെറ്റ് ആക്കി വെക്കണം. പിന്നെ ഈ പറഞ്ഞ ഇക്വേഷൻസ് എല്ലാം ഫിസിക്സിനാണെങ്കിലും ഫിസിക്കൽ കെമിസ്ട്രിക്കാണെങ്കിലും ഉള്ള ഇക്വേഷൻസ് എല്ലാം ഫ്രീക്വൻ്റ് ആയിട്ട് റിവിഷൻ ചെയ്യാനൊരു ടൈം ടേബിൾ ഉണ്ടാക്കണം. പിന്നെ ഇനോർഗാനിക് കെമിസ്ട്രി നമ്മൾ മറന്നു പോകും, ബയോളജി പോലെ തന്നെ. അപ്പോൾ അതും റിവിഷൻ ചെയ്യാനായിട്ടുള്ള ടൈം ടേബിൾ ഉണ്ടാവണം. പിന്നെ ഓർഗാനിക് കെമിസ്ട്രി പഠിച്ചെടുക്കുക, അതും റിവിഷൻ ചെയ്യുക. സോ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ റിവിഷൻ ചെയ്തുകൊണ്ടേ ഇരിക്കലാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾക്കൊരു ഓവർ കോൺഫിഡൻസ് ഉണ്ടാവരുത്, ആ ടോപ്പിക് എനിക്ക് നല്ല വൃത്തിക്ക് അറിയാവുന്നതാണ്, ഇത് ഞാൻ ഇനി റിവിഷൻ ചെയ്യേണ്ട, അങ്ങനെ ഒരു കോൺഫിഡൻസ് ഒന്നും ഉണ്ടാവണ്ട. കണ്ടിന്യൂസ്ലി യു വിൽ ഹാവ് ടു ഡു റിവൈസ് ആൻഡ് നിങ്ങൾ ഫൈനലി നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സ്റ്റേറ്റിലേക്ക് എത്തുക തന്നെ ചെയ്യും. ആ ഒരു വിശ്വാസം കൂടി ഉണ്ടാവണം നിങ്ങൾക്ക്. നിങ്ങൾ എന്തായാലും നിങ്ങളുടെ ആഗ്രഹം എന്താണോ അതെല്ലാം നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുന്നൊരു കോൺഫിഡൻസ് ഉണ്ടായിട്ട് മുന്നോട്ട് പോവുക. യു വിൽ ഡെഫിനറ്റ്ലി ക്രാക്ക് ഇൻ 2026. എല്ലാവർക്കും ഒരു ഓൾ ദി ബെസ്റ്റ് പറയുകയാണ്. പിന്നെ ഒരിക്കൽ കൂടി ഞാൻ പറയാം, നിങ്ങൾക്ക് എല്ലാവർക്കും എന്തെങ്കിലും ഒരു ഹെൽപ്പ് എൻ്റെ ഭാഗത്ത് ഉണ്ടാക്കാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ പ്ലീസ് ഡു ഫീൽ ഫ്രീ ടു കോൺടാക്ട് മീ. താങ്ക് യു.